എഴുത്തുകാരനും സംവിധായകനുമായ ക്ലിഫ് സ്കെൽട്ടന്റെ ഭാര്യയും അവതാർ ഉൾപ്പെടെയുള്ള സിനിമകളിൽ അഭിനയിക്കുകയും വേൾഡ് ഹാർട്ട് ഫൗണ്ടേഷൻ ഉൾപ്പെടെയുള്ള സന്നദ്ധ സംഘടനകളിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്നയാളുമായ ദെബ്ര വിൽസൺ സ്കെൽട്ടനാണ് കീത്ത് പരിചയപ്പെടുത്തുന്ന 4-ാമത്തെ വ്യക്തി. അവരുടെ മറുപടികളിലേക്ക്. ചോദ്യം 1. താങ്കൾ ആരാണെന്നാണ് താങ്കൾ കരുതുന്നത്? ഉത്തരം: എന്നെക്കൊണ്ട് കഴിയുന്ന തരത്തിൽ എനിക്ക് ചുറ്റുമുള്ളവരെ സ്നേഹിക്കുവാനും സേവിക്കുവാനും ഈ ഭൂമിയിലേക്ക് അയക്കപ്പെട്ട ഒരാൾ. സാധാരണ ജനങ്ങൾ ഒരാളെ വിലയിരുത്തുന്നത് അയാൾ ഏതുതരം വസ്ത്രം ധരിക്കുന്നു, ഏതു ബ്രാൻഡ് കാർ ഓടിക്കുന്നു, ആരൊക്കെയായി ബന്ധം പുലർത്തുന്നു, ഏതുതരം വീട്ടിൽ താമസിക്കുന്നു എന്നെല്ലാം കണക്കാക്കിയാണ്. എന്നാൽ നിങ്ങൾ ഈ ഭൂമിയിൽ നിന്ന് പോയി കഴിഞ്ഞാൽ നിങ്ങളെ ഏതു തരത്തിൽ മറ്റുള്ളവർ ഓർക്കണം എന്ന് ചിന്തിക്കുക. ചോദ്യം 2. താങ്കൾക്ക് താങ്കളെ തിരിച്ചറിയാൻ സഹായകമായ സംഭവം എന്താണ്? ഉത്തരം: എനിക്കുണ്ടായ വീഴ്ചകൾ. നമുക്കെല്ലാവർക്കും ജീവിതത്തിൽ തിരിച്ചടികൾ നേരിടും. ഓരോ തിരിച്ചടിയിലും ഞാൻ എന്നെ തിരിച്ചറിയും. ഞാൻ ആരാണ്? യഥാർത്ഥത്തിൽ ദൈവമുണ്ടോ? എന്നെല്ലാമുള്ള ചോദ്യങ്ങൾ നമ്മൾ സ്വയം ആവർത്തിച്ച് ചോദിക്കും. ഈ ഗ്രഹത്തിലെ എന്റെ യാത്ര എന്തിനു വേണ്ടിയാണ് എന്ന് പറഞ്ഞു തരാൻ പറയും. എന്നാൽ ഒന്ന് മനസ്സിലാക്കുക, നൽകുക എന്ന ഒറ്റപ്രവൃത്തിയിൽ നിങ്ങൾക്ക് വലിയ ആശ്വാസങ്ങൾ ലഭിക്കും. നൽകുമ്പോൾ നിങ്ങൾക്ക് സന്തോഷം അനുഭവപ്പെടും. നൽകാൻ കഴിവുള്ള ഒരാളായി ഗണിക്കപ്പെടുന്നത് നിങ്ങളെ എപ്പോഴും സന്തോഷഭരിതരും ഉത്സാഹഭരിതരുമാക്കും. ചോദ്യം 3. തന്റെ ജീവിത നിയോഗം തേടിക്കൊണ്ടിരിക്കുന്നവരോട് താങ്കൾക്കുള്ള ഉപദേശമെന്താണ്? ഉത്തരം: ഓരോ ജീവിക്കും ഈ പ്രപഞ്ചത്തിൽ അവരവരുടേതായ ഒരു നിയോഗമുണ്ട് എന്ന് മനസ്സിലാക്കുക. നിങ്ങൾ ഒരു റോളക്സ് വാച്ചാണ് എന്ന് കരുതുക. ലോകത്തിലെ തന്നെ ഏറ്റവും വില കൂടിയ ലോഹങ്ങളും ലോഹസങ്കരങ്ങളും അതിശയിപ്പിക്കുന്ന നിർമ്മാണ വൈദഗ്ധ്യവും ചേർന്നുണ്ടായ ഒരു വാച്ച്. അതിലൊരു ചെറിയ ഭാഗം പ്രവർത്തിച്ചില്ലെങ്കിൽ തന്നെ ആ വാച്ച് ഒന്നാകെ ഉപയോഗശൂന്യമായി പോയി എന്ന് നമ്മൾ പറയും. വാച്ചിനകത്തെ ഓരോ ചെറിയ ഭാഗത്തിനും അതിൻ്റേതായ കടമ നിർവഹിക്കാനുള്ളതുപോലെ ഈ പ്രപഞ്ചത്തിലെ ഓരോ ചെറുജീവിക്കും അതിൻ്റേതായ കടമകളുണ്ട്. നിങ്ങൾക്കും. കെപ്മോ, ജസ്റ്റ് ലൈക്ക് യു, കീപ് ഇറ്റ് സിമ്പിൾ ആൻഡ് പീസ്, സ്യൂട്ട് കേസ് തുടങ്ങിയ ആൽബങ്ങളിലൂടെ പ്രശസ്തനായ കെപ്മോയാണ് ദൃശ്യശ്രവ്യ മാധ്യമ രംഗത്തു നിന്നും 5-ാമതായി കടന്നുവരുന്ന വ്യക്തി. ക്യാൻ യു ഹിയർ ദ വിൻ ഹൗൾ എന്ന നാടകത്തിൽ ഭാഗഭാക്കായതിലൂടെ അമേരിക്ക മുഴുവൻ പ്രശസ്തനായ സംഗീതജ്ഞനായി മാറിയിരുന്നു ഇദ്ദേഹം. കീത്തിന്റെ 3 ചോദ്യങ്ങൾക്ക് കെബ് നൽകുന്ന മറുപടികളിലേക്ക്. ചോദ്യം 1. താങ്കൾ ആരാണെന്നാണ് താങ്കൾ കരുതുന്നത്? ഉത്തരം: ഞാൻ ആരാണെന്ന് ഞാൻ ചിന്തിക്കുന്നയാളല്ല ഞാൻ എന്നാണ് തോന്നുന്നത്. ഞാൻ ആരാണ് എന്നത് എൻ്റെ DNA-യിൽ എഴുതപ്പെട്ടിരിക്കുന്ന ഒന്നാണ്. ഒരു പൽചക്രത്തിന്റെ ഒരു പല്ലാണ് ഞാൻ. വലിയ സംഭവമൊന്നുമില്ലെങ്കിലും അതില്ലെങ്കിൽ ചക്രം നാം ഉദ്ദേശിക്കുന്ന പ്രവർത്തനം കാഴ്ചവെക്കില്ല. നേതാവല്ല, അടിമയുമല്ല, മറിച്ച് ഒരു പങ്കാളി. അതാണ് ഞാൻ. ഈ ലോകവുമായും പ്രകൃതിയുമായും ഇടപെടുമ്പോൾ ഞാൻ അതിൻ്റെ ഒരു ഭാഗം. ചോദ്യം 2. താങ്കൾക്ക് താങ്കളെ തിരിച്ചറിയാൻ സഹായിച്ച സംഭവം? തിരിച്ചറിയലുകളല്ല, സ്വയം സമർപ്പിക്കലുകളാണ് ആവശ്യം. ഒരു പരാജിതനായി നിങ്ങൾ കണക്കാക്കുന്ന വ്യക്തി ഒരു പരാജിതനായിരിക്കണം എന്നില്ല. തന്റെ ഏറ്റവും മോശം സമയത്ത് ലോകത്തിന് ഏറ്റവും വിലപ്പെട്ടത് നൽകിയവരില്ലേ? മാറ്റി നിർത്തപ്പെട്ടിരിക്കുന്നവരുടെ ശബ്ദത്തിന് കാതോർക്കാൻ ആരംഭിച്ചതാണ് എന്നിലെ എന്നെ തിരിച്ചറിയാൻ എന്നെ സഹായിച്ചത്. ചോദ്യം 3. തന്റെ നിയോഗം തിരിച്ചറിയാൻ ശ്രമിക്കുന്നവരോട് താങ്കൾക്കുള്ള ഉപദേശമെന്താണ്? ഉത്തരം: മുന്നോട്ടുള്ള യാത്രയിൽ ഒന്നിനെയും ഭയക്കരുത്. നിയോഗം തിരിച്ചറിയാൻ ശ്രമിക്കരുത്. നിങ്ങൾക്ക് ആസ്വദിക്കാൻ കഴിയുന്ന കാര്യങ്ങൾ ചെയ്യുക. എന്നെക്കൊണ്ട് കഴിയില്ല എന്ന് തോന്നിയാലും പിന്മാറരുത്. ഭൂതത്തിന്റെ വായിലേക്ക് നടന്നു കയറേണ്ട സന്ദർഭങ്ങളുണ്ടാകാം. ചെന്നു കയറിക്കഴിയുമ്പോൾ ഭൂതം ഒരു മുയൽക്കുട്ടിയായി മാറിയിട്ടുള്ളതായി കാണാം. കെബ്മോ പറഞ്ഞു നിർത്തി. ദൃശ്യമാധ്യമ രംഗത്തു നിന്നും കീത്ത് ലിയോൺ പരിചയപ്പെടുന്ന 6-ാമത്തെ വ്യക്തി ചാൾസ് ഹോൾട്ടാണ്. ഒരു പ്രൊഫഷണൽ ഫുട്ബോളറായി തന്റെ കരിയർ ആരംഭിച്ച ചാൾസ് പതിയെ പതിയെ ഒരു TV ഷോ അവതാരകനായും ഒരു ട്രാൻസ്ഫർമേഷണൽ സ്പീക്കറായും പേരെടുത്തു. തന്റെ മിറാക്കിൾ മൺഡേ എന്ന പ്രോഗ്രാമിലൂടെ ധാരാളം ആൾക്കാർക്ക് പ്രചോദനമാകാൻ ചാൾസിന് കഴിഞ്ഞു. കീത്തിന്റെ ചോദ്യങ്ങൾക്ക് ചാൾസ് നൽകുന്ന മറുപടികൾ നമുക്ക് നോക്കാം.
ചോദ്യം 1. താങ്കൾ ആരാണെന്നാണ് താങ്കൾ കരുതുന്നത്? ഉത്തരം: എനിക്കറിയില്ലെങ്കിലും എന്നെ കാണുന്ന ജനങ്ങൾക്ക് ഞാൻ ആരാണെന്നറിയാം എന്ന് തിരിച്ചറിയാൻ വൈകിപ്പോയൊരാളാണ് ഞാൻ. ഞാൻ പ്രചോദനമാണ്. ഞാൻ സ്വാതന്ത്ര്യവുമാണ്. ഞാൻ ഒരു ചികിത്സകനുമാണ്. എൻ്റെ പരിപാടികൾ കാണുന്ന, എൻ്റെ അടുത്തെത്തുന്ന ഓരോരുത്തരെയും ഞാൻ ചികിത്സിക്കുന്നു. ചോദ്യം 2. താങ്കൾക്ക് താങ്കളെ തിരിച്ചറിയാൻ സഹായകമായ സംഭവം? ഉത്തരം: ഞാനും കൂടി മുൻകൈയെടുത്ത് ആരംഭിച്ച കമ്പനിയിൽ നിന്നും എൻ്റെ കൂടെയുണ്ടായിരുന്നവർ പുറത്താക്കിയ സംഭവം. സത്യത്തിൽ എനിക്കത് ഉൾക്കൊള്ളാൻ തന്നെ കുറേ സമയം വേണ്ടിവന്നു. ടെർമിനേഷൻ ലെറ്റർ കയ്യിൽ വെച്ചുകൊണ്ടുതന്നെ ഞാനൊരു സുഹൃത്തിനെ വിളിച്ചു. അപ്പോൾ അവൻ പറഞ്ഞത്, നിനക്കിനി നിനക്കിഷ്ടപ്പെട്ട ജോലി ചെയ്യാമല്ലോ എന്നാണ്. അതൊരു വലിയ തിരിച്ചറിവും പുതിയ തുടക്കവുമായിരുന്നു. ഒരിക്കൽ ലോസ് ഏഞ്ചൽസിൽ വെച്ച് എൻ്റെ കാർ ഉൾപ്പെടെ എല്ലാം കൊള്ളയടിക്കപ്പെട്ടു. ഉടുത്തിരുന്ന വസ്ത്രങ്ങൾ മാത്രം സ്വന്തമായുണ്ടായിരുന്ന ആ ദിവസം എനിക്ക് ഒരുപാട് തിരിച്ചറിവുകൾ ലഭിച്ചു. സംഭവിക്കുന്നതെല്ലാം നല്ലതിനാണ് എന്ന് ഞാൻ അന്നു മനസ്സിലാക്കി. ചോദ്യം 3. സ്വയം തിരിച്ചറിയാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവരോടുള്ള താങ്കളുടെ ഉപദേശം എന്താണ്? ഉത്തരം: നിങ്ങൾക്കെന്തു ചെയ്യണമെന്ന് അറിയില്ലെങ്കിൽ ഇഷ്ടമായതു ചെയ്യുക. വിജയം തീർച്ചയായും പിറകെ വരും. നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് നിങ്ങളെ നയിക്കുന്ന ഒരു പാതയുണ്ടായാൽ മാത്രം പോരാ, അതിലൂടെ നിങ്ങൾ യാത്രയും ചെയ്യണം. ആദ്യകാലങ്ങളിൽ സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാവില്ല തന്നെ. പതിയെ പതിയെ നിങ്ങളെ ജനങ്ങൾ ആവശ്യപ്പെട്ടു തുടങ്ങും. ക്രമേണ നിങ്ങൾ ആഗ്രഹിച്ച തലത്തിലേക്ക് എത്തുക തന്നെ ചെയ്യും. ഹോൾട്ട് പറഞ്ഞു നിർത്തി. ജീവിതം എന്നത് ദൈവം നിങ്ങൾക്കു തന്ന വരദാനമാണെങ്കിൽ നിങ്ങൾ ആ ജീവിതം കൊണ്ട് എന്തു ചെയ്യുന്നു എന്നത് ദൈവത്തിനു നിങ്ങൾ നൽകുന്ന സമ്മാനമാണ് എന്നഭിപ്രായപ്പെട്ടുകൊണ്ടാണ് ദൃശ്യമാധ്യമ രംഗത്തു നിന്നും 7ാമത്തെ വ്യക്തിയായി പോൾ റയാൻ കടന്നുവരുന്നത്. ഒരു എഴുത്തുകാരൻ എന്നതിലുപരി 2000-ഓളം പേരെ ഇൻ്റർവ്യൂ ചെയ്ത് എൻ്റർടൈൻമെന്റ് ടുനൈറ്റ് എന്ന TV ഷോയിൽ അവതരിപ്പിച്ചതും പോൾ റയാനാണ്. കീത്തിന്റെ 3 ചോദ്യങ്ങൾക്ക് റയാൻ പറയുന്ന മറുപടികൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ചോദ്യം 1. താങ്കൾ ആരാണെന്നാണ് താങ്കൾ കരുതുന്നത്? ഉത്തരം: ദൈവം അവൻ്റെ പ്രതിരൂപത്തിൽ സൃഷ്ടിച്ച അവൻ്റെ മകനാണ് ഞാൻ. ഒറ്റവാക്കിൽ എന്നെക്കുറിച്ചു പറയാൻ പറഞ്ഞാൽ ഞാൻ സന്തോഷം എന്നാണ് പറയുക. ഓരോ ദിവസവും പൂർണ്ണതയോടെ ജീവിക്കുകയും മറ്റുള്ളവർക്ക് പുതിയ ചക്രവാളങ്ങൾ തുറന്നു കൊടുക്കുകയും ചെയ്യുന്ന ഒരാൾ. ചോദ്യം 2. താങ്കൾക്ക് താങ്കളെ തിരിച്ചറിയാൻ സഹായകമായ സംഭവം? ഉത്തരം: ട്രെൻഡുകൾക്കു പിറകെ പോകാത്തതും ദുശ്ശീലങ്ങൾക്ക് അടിമപ്പെടാത്തതും. എൻ്റെ കൗമാരത്തിലോ യുവത്വത്തിലോ ഞാൻ ട്രെൻഡുകൾക്കു പിറകെ പോയതേയില്ല. പകരം ഞാൻ ധ്യാനം അഭ്യസിച്ചു. അതെനിക്ക് പുതിയ മാനങ്ങൾ തുറന്നുതന്നു. ചോദ്യം 3. സ്വയം തിരിച്ചറിയാൻ ശ്രമിക്കുന്നവരോട് താങ്കൾക്കുള്ള ഉപദേശം? ഉത്തരം: നിങ്ങളുടെ വളർച്ചയ്ക്ക് സഹായിക്കുമെന്നുറപ്പുള്ള അന്തരീക്ഷത്തിൽ കഴിയുക. ബോധപൂർവം തിരിച്ചറിവിനായി ശ്രമിക്കുക. പ്രകൃതിയിൽ സമയം ചെലവഴിക്കണം. നിങ്ങൾക്ക് എത്രത്തോളം സ്നേഹിക്കാൻ കഴിയും, എത്രത്തോളം സ്നേഹം നേടാൻ കഴിയും, ഇതെല്ലാം നിങ്ങളുടെ തിരിച്ചറിവിൻ്റെ അളവുകോലുകളാണ് എന്നറിയുക. ദൃശ്യമാധ്യമ രംഗത്തു നിന്നും 8ാമതായി കടന്നുവരുന്നത് നടിയും ഗായികയും നർത്തകിയും പാട്ടെഴുത്തുകാരിയും ഡബ്ബിംഗ് ആർട്ടിസ്റ്റുമായ കൈറൻ തോമസാണ്. സോണി ക്ലാസിക് അവരുടെ ഹൂ കിൽഡ് ദി ഇലക്ട്രിക് കാർ എന്ന ഡോക്യുമെൻ്ററിക്ക് അടിസ്ഥാനമാക്കിയത് കൈറൻ്റെ ജീവിതമാണ്. കീത്തിന്റെ ചോദ്യങ്ങൾക്ക് കൈറൻ നൽകുന്ന മറുപടികൾ നമുക്ക് നോക്കാം. ചോദ്യം 1. നിങ്ങൾ ആരാണെന്നാണ് നിങ്ങൾ കരുതുന്നത്? ഉത്തരം: ആത്മീയപരമായും ഭൗതികപരമായും വ്യക്തിപരമായും വ്യത്യസ്ത ഉത്തരങ്ങൾ പറയാൻ കഴിയുന്ന ചോദ്യം. ആത്മീയപരമായി പറഞ്ഞാൽ, ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു മാലാഖയാണ് ഞാൻ. സൗഖ്യപ്പെടുത്തുവാനും അനുഗ്രഹിക്കുവാനും പ്രചോദനം നൽകുവാനുമായി ഈ ഭൂമിയിലേക്ക് വന്നവൾ. ഭൗതികമായി ഞാനൊരു നർത്തകിയാണ്, കൂടാതെ ഒരു നടിയും പിന്നെ പാട്ടുകാരിയും. മാനസികമായി പറഞ്ഞാൽ വിഷമം, പീഡനം, സംശയം എന്നിങ്ങനെയുള്ള ഹൃണവികാരങ്ങൾക്ക് അടിമപ്പെടുന്നവർക്ക് ഊർജം പകർന്ന് സന്തോഷകരമായ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന വ്യക്തി. ചോദ്യം 2. നിങ്ങൾക്ക് സ്വയം തിരിച്ചറിയുവാൻ സഹായകമായ സംഭവം എന്താണ്? ഉത്തരം:
ഞാനിവിടെ മഹത്തായ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി വന്നവളാണെന്ന് എനിക്കറിയാമായിരുന്നു. ജോലി ചെയ്തിരുന്ന റേഡിയോ സ്റ്റേഷനിൽ നിന്നും അതു മതിയാക്കി ഇറങ്ങിയതായിരുന്നു എൻ്റെ ജീവിതത്തിലെ വഴിത്തിരിവ്. ഞാൻ എനിക്കുവേണ്ടി മഹത്തായ കാര്യങ്ങൾ ചെയ്യാനായി ജനിച്ചവളാണ് എന്നെനിക്കറിയാമായിരുന്നു. ഞാൻ ചെയ്യുന്ന ചെറിയ ചെറിയ കാര്യങ്ങളെല്ലാം എൻ്റെ ഈഗോയെ തൃപ്തിപ്പെടുത്തുവാനാണെന്നും എൻ്റെ പിതാവിൻ്റെ മരണം കാര്യങ്ങളെ മറ്റൊരു രീതിയിൽ കാണുവാൻ എന്നെ പ്രാപ്തയാക്കുകയും ചെയ്തു. ചോദ്യം 3. സ്വയം തിരിച്ചറിയാൻ ശ്രമിക്കുന്നവരോട് താങ്കൾക്കുള്ള ഉപദേശം എന്താണ്? ഉത്തരം: ഉള്ളിലേക്ക് നോക്കിക്കൊണ്ടേയിരിക്കുക. ആദ്യമായി ജോലി ഉപേക്ഷിച്ചപ്പോൾ എനിക്കെന്തു ചെയ്യണമെന്ന് യാതൊരാശയവും ഉണ്ടായിരുന്നില്ല. എന്നാൽ എവിടെ എത്തണമെന്ന ലക്ഷ്യബോധമുണ്ടായിരുന്നു താനും. ഞാൻ മാനസിക രോഗവിദഗ്ധരെയൊക്കെ കാണുകയുണ്ടായി. പതിയെ പതിയെ ആത്മീയതയിലേക്കെത്താനും ധ്യാനവും പ്രാർത്ഥനയും ശീലിക്കുവാനും കഴിഞ്ഞു. എല്ലാം എൻ്റെ ഉള്ളിൽ തന്നെയുണ്ട് എന്ന വലിയ പാഠം ഞാൻ പഠിച്ചു. നിങ്ങൾക്കു വേണ്ടി പ്രകൃതി പ്രവർത്തിക്കുമെന്നറിയുക. ആ മഹാശക്തിയിൽ വിശ്വസിക്കുക. കയറൻ പറഞ്ഞു നിർത്തി. ഷാൻഡൽ പേജ് ദൃശ്യമാധ്യമരംഗത്തെ 9ാമത്തെയും അവസാനത്തേതുമായ വ്യക്തി കാലിഫോർണിയയിൽ ജനിച്ച ഷാൻഡൽ പേജാണ്. ഒരു ഗായിക എന്ന നിലയിലാണ് പേരെടുത്തതെങ്കിലും തൻ്റെ വിദ്യാഭ്യാസ കാലത്ത് എന്നും 1ാം സ്ഥാനം നിലനിർത്തിയിരുന്ന ഒരാളായിരുന്നു അവർ. സാമൂഹ്യ സേവനത്തിലും കളിപ്പാട്ട കച്ചവടത്തിലും ഒരുപോലെ പേരെടുത്ത ഷാൻഡൽ കീത്തിന്റെ ചോദ്യങ്ങൾക്ക് നൽകുന്ന മറുപടികൾ നമുക്ക് നോക്കാം. ചോദ്യം 1. താങ്കൾ ആരാണെന്നാണ് താങ്കൾ കരുതുന്നത്? ഉത്തരം: മറ്റുള്ളവർക്ക് നന്മ ചെയ്യാൻ കഴിയുന്ന ഒരു നിയോഗം നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിലുണ്ട്. തെറ്റായ തിരഞ്ഞെടുപ്പുകളിലൂടെയും അധ്വാനിക്കുവാനുള്ള മടി മൂലവും മറ്റും പലരും അത് തിരിച്ചറിയുന്നത് പോലുമില്ല. നമ്മളാരും സമ്പൂർണരല്ല. എന്നാൽ സമ്പൂർണരാകാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുക എന്നതാണ് നാം ചെയ്യേണ്ടത്. എനിക്കുള്ളതൊന്നും എൻ്റെ മടിയിലേക്ക് വന്നു പതിച്ചവയല്ല. കഠിനാധ്വാനത്തിലൂടെ ഞാൻ നേടിയെടുത്തവയാണ്. ചോദ്യം: താങ്കൾക്ക് താങ്കളെ തിരിച്ചറിയാൻ സഹായകമായ സംഭവം എന്താണ്? ഉത്തരം: ഏകദേശം 3 വയസ്സ് മുതൽക്കു തന്നെ ഞാൻ ആൾക്കാരെ സന്തോഷിപ്പിക്കുവാനുള്ള ഒരു ജന്മമാണ് എന്നെനിക്ക് മനസ്സിലായിരുന്നു. മാതാപിതാക്കൾ എന്നെ മതപഠനത്തിന് ചേർക്കാൻ കൊണ്ടുപോയെങ്കിലും ഞാൻ നൃത്തം പഠിക്കാൻ ആഗ്രഹിച്ചു. ചെയ്യുന്ന ഏത് ജോലിയിലും മാന്യതയും നിലവാരവും കാത്തുസൂക്ഷിക്കുവാനും അവരെന്നെ പഠിപ്പിച്ചു. ചോദ്യം 3. തങ്ങളുടെ സ്വത്വം തിരയുന്നവരോട് താങ്കൾക്കുള്ള ഉപദേശമെന്താണ്? ഉത്തരം: നിങ്ങൾക്ക് സന്തോഷം തരുന്നതും നിങ്ങൾക്ക് നന്നായി ചെയ്യാൻ കഴിയുന്നതുമായ ഒന്നാണ് നിങ്ങളുടെ പാഷൻ. അത് കണ്ടെത്തുക. നിങ്ങളോട് സത്യസന്ധതയുള്ളവരായിരിക്കുക. ആണികൾ പറിച്ചെടുക്കാൻ ഉണ്ടാക്കപ്പെട്ടിരിക്കുന്ന ഒരു ചുറ്റിക ഉപയോഗിച്ച് ഒരു വാതിലോ ജനലോ തകർക്കാനോ ഒരു മനുഷ്യനെ ദ്രോഹിക്കുവാനോ കഴിയും. വെറുതെ ഒരു പെട്ടിയിൽ സൂക്ഷിക്കുവാനും ഇതേ ചുറ്റിക നമുക്കുപയോഗിക്കാം. അത് നമ്മുടെ തിരഞ്ഞെടുപ്പാണ്. നിങ്ങളിൽ വിശ്വസിക്കുക. അതാണ് ഏറ്റവും പ്രധാനം. പ്രിയപ്പെട്ടവരെ, പുസ്തകത്തിന്റെ അടുത്ത ഭാഗത്തിൽ കീത്ത് ലിയോൺ തന്റെ ചോദ്യങ്ങൾ ചോദിക്കുന്നത് പ്രഗത്ഭരായ 11 പ്രാസംഗികരോടാണ്. തങ്ങളുടെ അസ്തിത്വത്തെക്കുറിച്ച് ചോദിക്കപ്പെടുന്ന ഈ 3 ചോദ്യങ്ങൾക്കും അവരോരോരുത്തരും നൽകുന്ന മറുപടികൾ തീർച്ചയായും നമ്മെ ചിന്തിപ്പിക്കുക തന്നെ ചെയ്യും. പ്രാസംഗികരിൽ ആദ്യത്തെയാൾ മോട്ടിവേഷണൽ സ്പീക്കർ എന്ന നിലയിലും ബെസ്റ്റ് സെല്ലറുകളുടെ രചയിതാവ് എന്ന നിലയിലും പ്രശസ്തനായ ജോൺ ഡി മാർട്ടിനിയാണ്. ഒരു വർഷത്തിലെ 300ഓളം ദിവസങ്ങളിലും വിവിധ രാജ്യങ്ങളിലെ വിവിധ സ്റ്റേജുകളിൽ പ്രസംഗിക്കുന്ന മാർട്ടിനി കീത്തിന്റെ ചോദ്യങ്ങൾക്ക് നൽകുന്ന മറുപടികൾ നമുക്ക് നോക്കാം. ചോദ്യം 1. താങ്കൾ ആരാണെന്നാണ് താങ്കൾ കരുതുന്നത്? ഉത്തരം: എത്രയോ കാലങ്ങളായി തത്വചിന്തകന്മാർ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യമാണിത്. പൂർണ്ണമായ അർത്ഥത്തിൽ ഈ ജീവിതം ജീവിച്ചു തീർക്കുന്നതിനായി ഈ ഭൂമിയിൽ ജന്മമെടുത്ത ഒരാളാണ് ഞാൻ. ഭൗതികമായി ഈ ഭൂമിയിൽ ഉള്ളിടത്തോളം കാലം നാം പൂർണ്ണതയിലേക്ക് സഞ്ചരിക്കുകയും ചെയ്യും. ചോദ്യം 2. താങ്കൾക്ക് താങ്കളെ തിരിച്ചറിയാൻ സഹായിച്ച സംഭവം എന്താണ്? ഉത്തരം: എൻ്റെ 17ാം വയസ്സിൽ പോൾ സി ബ്രാഗ് എന്ന അധ്യാപകനെ കണ്ടുമുട്ടിയത്. ശരീരം, മനസ്സ്, ആത്മാവ് എന്നിവ എന്താണെന്നും അവയ്ക്കോരോന്നിനും നമ്മിൽ എങ്ങനെ സ്വാധീനം ചെലുത്തുവാൻ കഴിയുമെന്നും അദ്ദേഹം പറഞ്ഞുതന്നു. കഴിഞ്ഞ 35 വർഷങ്ങളായി ഞാൻ എൻ്റെ ജീവിതം അന്നു നേടിയ അറിവിൻ്റെ അടിസ്ഥാനത്തിലാണ് നയിക്കുന്നത്. ചോദ്യം 3. സ്വന്തം സ്വത്വം തിരിച്ചറിയാൻ ശ്രമിക്കുന്നവരോട് താങ്കൾക്കുള്ള ഉപദേശം എന്താണ്? ഉത്തരം: ഇതുവരെയുള്ള ജീവിതത്തെ നന്നായി വിലയിരുത്തുക.
നിങ്ങൾക്ക് സന്തോഷം നൽകുകയും അതേസമയം ആസ്വദിച്ച് ചെയ്യുകയും ചെയ്ത പ്രവൃത്തികളിലെ പൊതുഘടകം കണ്ടെത്തുക. ഇത് നിങ്ങളെ മുന്നോട്ടു നയിക്കും. ഇഷ്ടമുള്ളത് ചെയ്യുകയും ചെയ്യുന്നത് ഇഷ്ടപ്പെടുകയും ചെയ്തു തുടങ്ങുമ്പോൾ പൂർണ്ണ അർത്ഥത്തിലുള്ള ഒരു ജീവിതം നിങ്ങൾ ആരംഭിക്കാൻ തുടങ്ങുകയായി. ഓരോ തവണയും വായിക്കുകയും 72 പ്രാവശ്യം തിരുത്തി എഴുതുകയും ചെയ്ത ഒരു ജീവിത ലക്ഷ്യമാണ് എനിക്കുള്ളത്. ലക്ഷ്യങ്ങളുടെ ഒരു ശേഖരം തന്നെ എനിക്കുണ്ട്. അതിനാൽ തന്നെ അനുഭവങ്ങളുടെയും. ലക്ഷ്യങ്ങൾ കണ്ടെത്തുകയും അവയെ സംസ്കരിച്ചെടുക്കുകയും സ്ഥിരമായി തുടച്ചു മിനുക്കുകയും ചെയ്തുകൊണ്ടേയിരിക്കുക. രാവിലെ എഴുന്നേൽക്കുന്നതുവരെ കാത്തിരിക്കാൻ കഴിയാത്ത ഒരവസ്ഥയിലേക്കെത്തുമ്പോൾ നിങ്ങൾ പാതയിലായി കഴിഞ്ഞു എന്നറിയുക. മാർട്ടിനി പറയുന്നു. പ്രാസംഗികരിൽ രണ്ടാമത്തെയാൾ പോൾ ഷീലയാണ്. ഉണരാൻ കാത്തിരിക്കുന്ന ഒരു പ്രതിഭ എല്ലാവരിലുമുണ്ട് എന്ന് വിശ്വസിക്കുകയും അത്തരം പ്രതിഭകളെ കണ്ടെത്താൻ അവരെ തന്നെ സഹായിക്കുകയും ചെയ്യുന്ന ഒരാളാണ് ഷിലെ. കഴിഞ്ഞ 30 വർഷങ്ങളായി മറഞ്ഞുകിടക്കുന്ന പ്രതിഭകളെ കണ്ടെത്തുന്നതിൽ മുഴുകിയിരിക്കുന്നതോടൊപ്പം അതിവേഗ പഠനം എന്ന ഒരു പുതിയ പഠനരീതി കൂടി പോൾ ഷിലെ പ്രചാരത്തിൽ വരുത്തി. 15-ലേറെ ഭാഷകളിലേക്ക് തർജ്ജമ ചെയ്യപ്പെടുകയും 155-ലേറെ രാജ്യങ്ങളിൽ പിന്തുടരപ്പെടുകയും ചെയ്യുന്ന ആശയങ്ങളുടെ ഉപജ്ഞാതാവായ പോൾ ഷിലെ കീത്ത് ലിയോണിന്റെ ചോദ്യങ്ങൾക്ക് നൽകുന്ന മറുപടികൾ നമുക്ക് നോക്കാം. ചോദ്യം 1. താങ്കൾ ആരാണെന്നാണ് താങ്കൾ കരുതുന്നത്? ഉത്തരം: എന്റെ ലക്ഷ്യങ്ങളും എന്റെ അഭിനിവേശങ്ങളും ചേർന്നതാണ് ഞാൻ. പ്രകൃത്യാ തന്നെ ഒരാളിലുള്ള ബുദ്ധിശക്തിയെയും അധ്വാനശീലത്തെയും തിരിച്ചറിയാൻ അയാളെ പ്രാപ്തനാക്കി അവരിലെ പ്രതിഭയെ പുറത്തെടുക്കുവാൻ അവരെ സഹായിക്കുന്ന ഒരാൾ. ചോദ്യം 2. താങ്കൾക്ക് താങ്കളെ തിരിച്ചറിയാൻ സഹായിച്ച സംഭവം എന്താണ്? ഉത്തരം: 19 വയസ്സിൽ തന്നെ ഒരു പ്രൊഫഷണൽ ഹിപ്നോട്ടിസ്റ്റാകാൻ എനിക്ക് അവസരം കിട്ടി. ഹിപ്നോട്ടൈസ് ചെയ്യപ്പെടുന്ന കുട്ടികൾ ഞാൻ നൽകുന്ന ആശയത്തിനനുസരിച്ച് പ്രവർത്തിക്കുന്നത് കണ്ടപ്പോൾ പോസിറ്റീവായ ചിന്തകൾ അവരിലേക്ക് കടത്തിവിട്ടാൽ അസാധ്യമെന്ന് നമുക്ക് തോന്നുന്ന കാര്യങ്ങൾ അവർ ചെയ്യുമെന്ന് എനിക്ക് മനസ്സിലായത്. ജനങ്ങളെ അവരുടെ സാഹചര്യങ്ങൾ നൽകിയിരിക്കുന്ന ഹിപ്നോട്ടിക് നിദ്രയിൽ നിന്നുണർത്തുക എന്നതാണ് എന്റെ ധർമ്മം എന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. ചോദ്യം 3. തങ്ങളുടെ സ്വത്വം തിരിച്ചറിയാൻ ശ്രമിക്കുന്നവർക്കുള്ള താങ്കളുടെ ഉപദേശം എന്താണ്? ഉത്തരം: റാൽഫ് വാൾഡോ എമേഴ്സൺ പറഞ്ഞ വാചകങ്ങൾ ഇത്തരുണത്തിൽ ഓർക്കുന്നത് നന്നായിരിക്കും. ഇതിങ്ങനെയാണ്: നിങ്ങളുടെ ആത്മാവിനെ കണ്ടെത്തുക. അതിനിപ്പോഴും ജീവനുണ്ടെങ്കിൽ തട്ടിയുണർത്തുക. അത് പോകുന്ന വഴിയെ യാത്രയാകുക. ബാധ്യതകൾ ഏറ്റെടുക്കുവാനും സമയബന്ധിതമായി അത് പൂർത്തീകരിക്കുവാനും നമുക്ക് കഴിയണം. നമ്മുടെ ജന്മോദ്ദേശ്യം കണ്ടെത്തുക എന്നത് ഒരു തരം തിരിച്ചറിവാണ്. ഒരു പുസ്തകത്തിൽ പേന കൊണ്ട് എഴുതി വയ്ക്കുന്നതല്ല ലക്ഷ്യം. പ്രത്യുത അടങ്ങാത്ത ദാഹത്തോടെ ശ്രമിച്ച് നേടിയെടുക്കുന്നതാണ്. അത്തരം ഒരു പ്രക്രിയയിൽ ഈ പ്രപഞ്ചം നിങ്ങൾക്ക് കൂട്ടായി വരും. പോൾ ഷിലെ പറയുന്നു, മഹത്വം എന്നത് വിധിയല്ല, ഒരു തിരഞ്ഞെടുപ്പാണ് എന്ന ആഹ്വാനവുമായാണ് പ്രഭാഷകരിലെ മൂന്നാമനായ ലേ ബ്രൗൺ കടന്നുവരുന്നത്. നമ്മിലെ മഹത്വം നമ്മൾ തിരിച്ചറിഞ്ഞ് ഓരോ ദിവസവും അതിനെ വളർത്തുക. പ്രതിഭ താനേ പൂർണ്ണമാകും എന്ന് അദ്ദേഹം പറയുന്നു. വളരെ പ്രശസ്തനായ പ്രാസംഗികൻ എന്നതിലുപരി മധ്യവർത്തിത്വത്തിൽ നിന്നും മഹത്വത്തിലേക്ക് മനുഷ്യ മനസ്സുകളെ നയിക്കാൻ ശ്രമിച്ചു വിജയിച്ച ഒരു മെന്റർ എന്ന നിലയിലും ലേ ബ്രൗൺ പ്രശസ്തനാണ്. ഹൈസ്കൂളിനപ്പുറം ഔപചാരിക വിദ്യാഭ്യാസം ലഭിച്ചിട്ടില്ലാത്ത ബ്രൗൺ സ്വപ്രയത്നം കൊണ്ട് മാത്രം മുൻനിരയിലേക്കുയർന്നു വന്ന ഒരാളാണ്. ലേ ബ്രൗൺ എന്റർപ്രൈസസിന്റെ CEO എന്ന നിലയിലും ഏറെ പ്രചാരത്തിലുള്ള മോട്ടിവേഷണൽ ബുക്കുകളുടെ രചയിതാവ് എന്ന നിലയിലും പ്രശസ്തനായ ബ്രൗൺ കീത്തിന്റെ 3 ചോദ്യങ്ങൾക്ക് നൽകുന്ന മറുപടികൾ നമുക്ക് നോക്കാം. ചോദ്യം 1. താങ്കൾ ആരാണെന്നാണ് താങ്കൾ കരുതുന്നത്? ഉത്തരം: സാഹചര്യങ്ങളിലും മാനസിക വ്യാപാരങ്ങളിലും കുടുങ്ങിക്കിടക്കുന്ന മനുഷ്യ മനസ്സുകളെ അവക്കതീതമായി സ്വതന്ത്രമാക്കാൻ ഈ ഭൂമിയിൽ ജന്മമെടുത്ത ഒരാൾ. ലയൺ കിങ് എന്ന കഥയിൽ സാംബ, നീ വാസ്തവത്തിൽ കരുതുന്നതിനേക്കാൾ ശക്തിയുണ്ട് നിനക്ക് എന്ന് പറയുന്ന ഭാഗമാണ് എനിക്കേറ്റവും ഇഷ്ടം. അനാഥനായി ജനിച്ച് ദത്തെടുക്കപ്പെട്ടവനായി വളർന്ന് മാനസിക വളർച്ചയില്ലാത്തവൻ എന്നുപോലും വിലയിരുത്തപ്പെട്ട ഒരു കുട്ടിയിൽ നിന്നും ഇന്നത്തെ ലീ ബ്രൗൺ ആകാൻ എനിക്ക് കഴിഞ്ഞെങ്കിൽ നിങ്ങൾക്കത് ഏറെ എളുപ്പത്തിൽ കഴിയും. അത് മറക്കരുത്. ചോദ്യം 2. താങ്കളെ സ്വയം തിരിച്ചറിയാൻ സഹായിച്ച സംഭവം എന്താണ്? ഉത്തരം: അത് 3 സംഭവങ്ങളുടെ ഒരു സമ്മേളനമാണ്. 1. ഞാൻ ദത്തെടുക്കപ്പെട്ടു. എന്റെ പെറ്റമ്മയുടെ വയറ്റിൽ നിന്നും പോറ്റമ്മയുടെ ഹൃദയത്തിലേക്ക് ഞാൻ പറിച്ചു നടപ്പെട്ടു. 2. മിസ്റ്റർ ലീ റോയ് വാഷിംഗ്ടണെപ്പോലെ
ഒരു അധ്യാപകനെ ലഭിക്കാൻ എനിക്ക് ഭാഗ്യമുണ്ടായി. ഭിന്നശേഷിക്കാരനായി മുദ്ര കുത്തി മാറ്റി നിർത്തപ്പെട്ടിരുന്ന എന്നെ മറ്റു കുട്ടികളുടെ കൂട്ടത്തിലിരുത്തി പഠിപ്പിച്ചു തുടങ്ങിയത് അദ്ദേഹമാണ്. നിന്നെക്കുറിച്ചുള്ള മറ്റാരുടെയെങ്കിലും നിഗമനം നിന്നെക്കുറിച്ചുള്ള വാസ്തവമല്ല എന്ന് അദ്ദേഹം എന്നെ പഠിപ്പിച്ചു. മറ്റുള്ളവർക്കായി അദ്ദേഹം നൽകിയ ഗണിത പ്രശ്നം സോൾവ് ചെയ്യാൻ എന്നോടുകൂടി പറഞ്ഞതിനെപ്പറ്റി ഇന്നാലോചിക്കുമ്പോൾ ഗോഥയുടെ വാക്കുകൾ എനിക്ക് ഓർമ്മ വരുന്നു. ഒരാൾ എങ്ങനെയാണോ അങ്ങനെ കാണുമ്പോൾ അയാൾ മോശപ്പെട്ടു പോകുന്നു. ഒരാൾക്ക് എന്താകാൻ കഴിയുമോ അങ്ങനെ കാണുമ്പോൾ അയാൾ അതായിത്തീരുന്നു. ഞാൻ എന്തായിരുന്നു എന്ന് ഞാൻ ചിന്തിക്കുന്നതിനും മേലെയായിരുന്നു ഞാൻ എന്ന് അദ്ദേഹം എനിക്ക് മനസ്സിലാക്കി തന്നു. കഴിഞ്ഞ 30ഓളം വർഷങ്ങളായി എൻ്റെ മെന്ററായിരിക്കുന്ന മൈക്ക് വില്യംസാണ് മൂന്നാമൻ. പ്രവർത്തിക്കാനുള്ള ഉൽപ്രേരകവും പ്രതീക്ഷകളുടെ സന്ദേശവാഹകനുമായി എൻ്റെ ജീവിതത്തിൽ കടന്നുവന്നയാളാണ് അദ്ദേഹം. നിലനിൽക്കുന്നുണ്ടായിരുന്നു എന്ന് എനിക്ക് പോലും അറിയാതിരുന്ന ഒരു ലീ ബ്രൗണിനെ അദ്ദേഹത്തിന് എന്നിലുള്ള വിശ്വാസം പുറത്തെടുത്തു. ചോദ്യം 3. തൻ്റെ സ്വത്വം തിരിച്ചറിയാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവരോട് എന്താണ് പറയാനുള്ളത്? ഉത്തരം: ജീവിതം നിങ്ങൾക്കു തന്നതിൽ തൃപ്തിപ്പെടാതിരിക്കുക. ഇനി നേടിയെടുക്കേണ്ടവ ഭാവനയിൽ കണ്ട് അതിലേക്ക് സഞ്ചരിക്കുക. നിങ്ങളുടെ ജീവിതത്തിലെ മാന്ത്രിക മുഹൂർത്തങ്ങൾ നിങ്ങൾക്ക് സൃഷ്ടിക്കാൻ കഴിയും. നിങ്ങൾ കാശിനു വേണ്ടിയല്ലാതെ ഇഷ്ടം കൊണ്ട് ചെയ്യുകയും എന്നാൽ അത് നന്നായി ചെയ്യുമ്പോൾ മറ്റുള്ളവർ അതിനു പ്രതിഫലം നൽകുകയും ചെയ്യുന്നതാണ് നിങ്ങളുടെ കരിയർ എന്നറിയുക. പ്രഭാഷകരിൽ 4-ാമത്തെയാൾ റൂഡി റോട്ടിഗറാണ്. ഒരു എണ്ണക്കമ്പനിയിലെ സാധാരണക്കാരനായ ഒരു തൊഴിലാളിയുടെ 14 മക്കളിൽ ഒരാളായി വളരെ ദരിദ്രമായ ജീവിത സാഹചര്യങ്ങളിൽ ജനിച്ച റൂഡി അമേരിക്കയിലെ ഏറ്റവും പ്രശസ്തനായ മോട്ടിവേഷണൽ സ്പീക്കർമാരിലൊരാളായി മാറി. തൻ്റെ ജീവിതത്തെ അധികരിച്ച് പുറത്തിറങ്ങിയ റൂഡി എന്ന സിനിമ ഒരു ഹിറ്റായി മാറുന്നത് കാണുവാനും അദ്ദേഹത്തിന് ഭാഗ്യമുണ്ടായി. അന്താരാഷ്ട്ര വേദികളിൽ ഒരു മോട്ടിവേഷണൽ സ്പീക്കറായി തിളങ്ങുന്ന റൂഡി കീത്തിന്റെ 3 ചോദ്യങ്ങൾക്ക് നൽകുന്ന മറുപടികൾ നമുക്ക് നോക്കാം. ചോദ്യം 1. താങ്കൾ ആരാണെന്നാണ് താങ്കൾ കരുതുന്നത്? ഉത്തരം: പ്രതീക്ഷ എന്നതിൻ്റെ ഉദാഹരണവും ഉറവിടവുമാണ് ഞാൻ. ഞാൻ വലിയ സ്വപ്നങ്ങൾ കാണുന്നതോടൊപ്പം ജനങ്ങളെ സ്വപ്നം കാണാൻ പഠിപ്പിക്കുകയും ചെയ്യുന്നു. ഓരോ ദിവസവും വളരുവാനുള്ള പുതിയ വഴികൾ തേടുകയാണ് ഞാൻ. ചോദ്യം 2. താങ്കൾക്ക് താങ്കളെ തിരിച്ചറിയാൻ സഹായകമായ സംഭവം. മറ്റുള്ളവർ ഞാൻ എന്തു ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത് എന്നത് എന്നെ ബാധിക്കുന്ന പ്രശ്നമല്ല. ഞാൻ എൻ്റെ ഇഷ്ടമനുസരിച്ചാണ് ജീവിക്കുന്നത്. ചില സന്ദർഭങ്ങളിൽ സംശയങ്ങളുണ്ടാകാം, എന്നാൽ അവയ്ക്കുള്ള മറുപടിയും എനിക്ക് ലഭിക്കാറുണ്ട്. പ്രവർത്തിച്ചുകൊണ്ടിരുന്നാൽ മാത്രം മതി. ചോദ്യം 3. സ്വന്തം സ്വത്വത്തെ തിരിച്ചറിയാൻ ശ്രമിക്കുന്നവരോട് എന്താണ് താങ്കൾക്ക് പറയുവാനുള്ളത്? ഉത്തരം: നിങ്ങൾക്കെന്താകണം എന്ന് ആദ്യം തിരിച്ചറിയുക. വ്യക്തതയില്ലാത്തൊരു ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാൻ നമുക്ക് കഴിയില്ല. ഒരിക്കൽ അത് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് എനിക്കെന്തുകൊണ്ടായിക്കൂടാ എന്ന് ചോദിക്കണം. പോസിറ്റീവ് ചിന്തകൾ ഒരു ശീലമാക്കിയാൽ നിങ്ങളുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കുന്നത് നിങ്ങൾക്ക് തന്നെ കാണാൻ സാധിക്കും. നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്തും ചെയ്യുവാനും നിങ്ങൾ ആഗ്രഹിക്കുന്നതായിത്തീരുവാനും നിങ്ങൾക്ക് കഴിയും. അതിനായി കഠിനാധ്വാനം ചെയ്താൽ മാത്രം മതി. കഴിഞ്ഞ 30ഓളം വർഷമായി മോട്ടിവേഷണൽ സ്പീക്കർ എന്ന നിലയിൽ പേരെടുത്ത മാഴ്സിയ മാർട്ടിനാണ് പ്രഭാഷകരിലെ 5-ാമത്തെയാൾ. റോണ്ട ബേണിനോടൊന്നിച്ച് സീക്രട്ടിൽ പ്രവർത്തിക്കാൻ അവസരം ലഭിച്ച ഇവർ ജാക്ക് കാൻഫീൽഡുമായി ചേർന്ന് ഒരു പുസ്തക പരമ്പര എഴുതുകയുണ്ടായി. ധാരാളം അന്താരാഷ്ട്ര കമ്പനികൾ തങ്ങളുടെ ജീവനക്കാരുടെ ഊർജം പുനർനിർമ്മിക്കുന്നതിൽ മാഴ്സിയയുടെ ക്ലയന്റുകളാണ്. കീത്തിന്റെ 3 ചോദ്യങ്ങൾക്ക് മാഴ്സിയ പറയുന്ന മറുപടി നമുക്ക് നോക്കാം. ചോദ്യം 1. താങ്കൾ ആരാണെന്നാണ് താങ്കൾ കരുതുന്നത്? ഉത്തരം: ഞാൻ ഒരേ സമയം മനുഷ്യകുലത്തിൻ്റെയും പ്രപഞ്ചത്തിൻ്റെയും ഭാഗമാണ്. കഴിയുന്നത്ര പഠിക്കണം എന്നാഗ്രഹമുള്ളയാളാണ്. ഓരോ ദിനവും വളരുകയും മാറുകയും ചെയ്യുന്ന ഈ ലോകത്തിനെ കുറച്ചുകൂടി നല്ല ഒന്നാക്കാൻ ഞാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. ചോദ്യം 2. താങ്കൾക്കു താങ്കളെ തിരിച്ചറിയാൻ സഹായകമായ സംഭവം എന്താണ്? ഉത്തരം: വളർന്നുവന്ന പ്രായത്തിൽ എനിക്ക് ലഭിച്ച അധ്യാപകർ. എനിക്ക് എന്തും സാധ്യമാകും എന്ന് അവരാണ് പറഞ്ഞു തന്നത്. മതം, ധ്യാനം എന്നിവകളോടൊപ്പം തന്നെ എൻ്റെ ഊർജം എങ്ങനെ പ്രവർത്തിക്കുന്നു, എൻ്റെ ശരീരവും മനസ്സും തമ്മിലുള്ള ബന്ധമെന്താണ് എന്നിവയെല്ലാം പഠിക്കാൻ എന്നെ പ്രേരിപ്പിച്ചത് എൻ്റെ അമ്മായിയാണ്. മനുഷ്യനും പ്രകൃതിയും ഭൂമിയും എല്ലാം തമ്മിൽ ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് അവരെന്നെ പഠിപ്പിച്ചു.
മൈൻഡ് ഡൈനാമിക്സ് എന്ന കമ്പനിയിൽ ഇൻസ്ട്രക്ടറായിരുന്ന വെർണർ എർഹാർഡിനെ കണ്ടുമുട്ടിയതായിരുന്നു മറ്റൊരു വഴിത്തിരിവ്. ആകർഷണ നിയമത്തെക്കുറിച്ചും നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകളുടെ ശക്തിയെക്കുറിച്ചുമെല്ലാം ഞാൻ പഠിച്ചത് അവിടെന്നാണ്. ഞാൻ ജീവിതത്തിലൂടെ മുന്നോട്ടു പോകവേ എനിക്ക് വലിയ സംഭാവനകൾ നൽകാൻ കഴിഞ്ഞത് ഇതിനാലായിരുന്നു. ചോദ്യം 3. സ്വന്തം സ്വത്വം തിരിച്ചറിയാൻ കാത്തിരിക്കുന്നവരോട് താങ്കൾക്ക് പറയാനുള്ളതെന്താണ്? ഉത്തരം: പുറത്തല്ല, അകത്താണ് അന്വേഷിക്കേണ്ടത്. പുറത്തേക്ക് പോകുന്ന ഊർജ്ജപ്രവാഹത്തെ അകത്തേക്ക് തിരിക്കുക. എല്ലാ ഉത്തരങ്ങളും ലഭിക്കും. കഴിയുന്നത്ര വായിക്കുക. ധാരാളം കോഴ്സുകളിലും വർക്ക്ഷോപ്പുകളിലും പങ്കെടുക്കുക. മനസ്സെപ്പോഴും തുറന്നു വയ്ക്കുക. ഒരു ഡിഗ്രിയോ ഒരു ജോലിയോ കിട്ടിക്കഴിയുമ്പോൾ പഠനം നിർത്തിക്കളയരുത്. പ്രവർത്തനവും പഠനവും നിർത്തുമ്പോൾ നിങ്ങൾ മരിക്കുന്നു എന്ന് മനസ്സിലാക്കുക. മാർസ്യ പറഞ്ഞു നിർത്തി. പ്രഭാഷകരിൽ 6-ാമത്തെ വ്യക്തി സിനിമാ നിർമ്മാതാവും സംരംഭകനും ധാരാളം വിജയകരമായ കമ്പനികളുടെ മേധാവിയുമായ ഗ്രെഗ് സ്കോട്ട് റീഡാണ്. 21ഓളം പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുള്ള റീഡ് സംഘടനകളുടെ ഏറ്റവും പ്രിയപ്പെട്ട പ്രഭാഷകനാണ്. കീത്തിന്റെ 3 ചോദ്യങ്ങൾക്ക് റീഡ് നൽകുന്ന മറുപടികൾ നമുക്ക് നോക്കാം. ചോദ്യം 1. താങ്കൾ ആരാണെന്നാണ് താങ്കൾ കരുതുന്നത്? ഉത്തരം: എന്തു ചെയ്യരുത്, എന്തു പറയരുത് എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കുന്ന ഈ ലോകത്ത് നിങ്ങൾ ഇന്നത് ചെയ്യൂ, ഇന്നത് പറയൂ എന്ന് കുട്ടികളെയും മുതിർന്നവരെയും ആഹ്വാനം ചെയ്യുന്ന ഒരാളാണ് ഞാൻ. അജ്ഞാനമാകുന്ന ഇരുട്ടിൽ മറഞ്ഞുകിടക്കുന്ന തങ്ങളുടെ കഴിവുകളെ തിരിച്ചറിയാൻ ജനങ്ങളെ സഹായിക്കുന്ന ഒരു ബീക്കൺ ലൈറ്റാണു ഞാൻ. താങ്കൾക്ക് താങ്കളെ തിരിച്ചറിയാൻ സഹായകമായ സംഭവം എന്താണ്? അതൊരിക്കലും ഒരു വെളിപാടുപോലെ ഒറ്റപ്പെട്ടൊരു സംഭവമല്ല. എന്റെ ജീവിതം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഒരു പ്രക്രിയയാണത്. കുഞ്ഞായിരിക്കുമ്പോൾ മുതൽ ഞാൻ മറ്റുള്ളവരെ സഹായിക്കുമായിരുന്നു. ചുറ്റുമുള്ളവരെ സഹായിക്കുകയും പരസ്പരം സഹായിക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നതിലൂടെ മാത്രമേ നമുക്ക് വളരാൻ കഴിയൂ. മറ്റുള്ളവരെ പഠിപ്പിക്കുമ്പോൾ നമ്മൾ കൂടുതൽ പഠിക്കുന്നതുപോലെ. ചോദ്യം 3. സ്വന്തം സ്വത്വം തിരിച്ചറിയാൻ ശ്രമിക്കുന്നവരോട് താങ്കൾക്കുള്ള ഉപദേശം? ഉത്തരം: വിജയത്തിനായി P+T×2A എന്ന ഒരു സൂത്രവാക്യം ഞാൻ കണ്ടെത്തിയിട്ടുണ്ട്. P എന്നത് നിങ്ങളുടെ പാഷനാണ്. പാഷൻ നിങ്ങളുടെ ടിയുമായി, അതായത് ടാലന്റുമായി ചേരണം. അതായത് അസോസിയേറ്റ് ചെയ്യണം. അസോസിയേഷൻ്റേതാണ് ആദ്യത്തെ എ. രണ്ടാമത്തെ എ ആക്ഷൻ്റെയും, അതായത് പ്രവൃത്തിയുടേത്. പ്രവർത്തിക്കാൻ തുടങ്ങുന്നതിനു മുൻപ് ആ പ്രവൃത്തി നിങ്ങളുടെ പാഷനും ടാലന്റും ചേർന്നുണ്ടായതാണോ എന്ന് പരിശോധിക്കുക. ആണെങ്കിൽ വിജയം നിശ്ചയം. റിയാലിറ്റി ഷോകളിൽ പാടാൻ വരുന്ന കുട്ടികൾക്കെല്ലാം ഗാനാലാപനം ഒരു പാഷനായിരിക്കാം. പക്ഷേ അവരിൽ ടാലന്റുള്ളവർ മാത്രമേ പ്രശസ്തരാകുന്നുള്ളൂ എന്നത് ഇതിനുദാഹരണമാണ്. ഗ്രെഗ് പറയുന്നു. പ്രഭാഷകരിൽ 7-ാമതായി കീത്ത് ലിയോൺ പരിചയപ്പെടുത്തുന്നത് 120ഓളം പുസ്തകങ്ങളുടെ രചയിതാവും എണ്ണമറ്റ സെമിനാറുകൾ നടത്തിയും 33,000-ലേറെ വായനക്കാരുള്ള പബ്ലിഷിംഗ് പോയിന്റേഴ്സ് എന്ന പത്രം നടത്തിയും ആയിരക്കണക്കിന് ആൾക്കാരെ വിജയികളായ എഴുത്തുകാരാക്കുവാനും പ്രസാധകരാക്കുവാനും സഹായിക്കുന്നയാളുമായ ഡാൻ പോയിന്ററെയാണ്. കീത്തിന്റെ ചോദ്യങ്ങൾക്ക് ഡാൻ നൽകുന്ന മറുപടികൾ നമുക്ക് നോക്കാം. ചോദ്യം: താങ്കൾ ആരാണെന്നാണ് താങ്കൾ കരുതുന്നത്? ഉത്തരം: നമ്മളെല്ലാവരും വിവരങ്ങൾ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാൻ ചുമതലപ്പെട്ടവരാണ്. ഏതു രൂപത്തിലായാലും നമ്മുടെ പക്കലുള്ള വിവരങ്ങൾ മറ്റുള്ളവർക്ക് പകർന്നു നൽകണം. വായിക്കാൻ അറിയാവുന്നവർക്ക് പുസ്തകരൂപത്തിൽ, അതിനു സാധിക്കാത്തവർക്ക് ഓഡിയോ ബുക്കുകളായി, വായിക്കാൻ പ്രയാസമുള്ളവർക്ക് വലിയ അക്ഷരങ്ങൾ അച്ചടിച്ച ബുക്കുകളായി. അങ്ങനെ എല്ലാ രീതിയിലും ഞാൻ വിവരം കൈമാറുന്നു. ചോദ്യം 2. സ്വയം തിരിച്ചറിയാൻ താങ്കളെ സഹായിച്ച സംഭവം എന്താണ്? ഇതേവരെ ചെയ്തിട്ടില്ലാത്ത പുതിയ കാര്യങ്ങൾ പരീക്ഷിക്കുമ്പോഴാണ് നമ്മുടെ കഴിവുകളും കഴിവുകേടുകളും നാം തിരിച്ചറിയുന്നത്. എന്നെ എൻ്റെ ഒരു സുഹൃത്ത് സ്കൈ ഡൈവിങ്ങിന് കൂട്ടിക്കൊണ്ടുപോയതായിരുന്നു എൻ്റെ ജീവിതത്തിലെ വഴിത്തിരിവ്. എനിക്കതിന് കഴിയുമായിരുന്നു എന്ന് എനിക്ക് അതുവരെ വിശ്വാസമുണ്ടായിരുന്നില്ല. ഒരു പാരച്യൂട്ട് ഡിസൈനർ എന്ന നിലയിൽ ധനം സമ്പാദിക്കുവാനുള്ള ഒരു വഴി എനിക്കായി തുറന്നു കിട്ടിയത് അവിടെ വച്ചാണ്. നിങ്ങളുടെ അഭിനിവേശത്തെ വരുമാനമാർഗം കൂടിയാക്കി മാറ്റുമ്പോഴാണ് ജീവിതത്തിന്റെ താളക്രമം മാറാൻ ആരംഭിക്കുന്നത്. ചോദ്യം 3. ജീവിതത്തിന്റെ സ്വത്വം കണ്ടെത്താൻ ശ്രമിക്കുന്നവരോടുള്ള ഉപദേശം? ഉത്തരം: വീട്ടിൽ നിന്നും പുറത്തിറങ്ങുക. 1000 കാതങ്ങൾ നീളുന്ന യാത്രയും ആരംഭിക്കുന്നത് ഒരു ചെറിയ ചുവടുവെപ്പിൽ നിന്നാണ് എന്ന ലാവോത്സുവിന്റെ വചനമോർക്കുക. നിങ്ങൾ ആദ്യമായി ചെയ്യുന്ന ഏതു കാര്യവും
ഒരു വലിയ മാറ്റത്തിന്റെ തുടക്കമാകാം. തുടങ്ങി വെക്കണമെങ്കിൽ നിങ്ങൾ മഹാനാകണം എന്നില്ല. എന്നാൽ മഹാനാകാൻ നിങ്ങൾ തുടങ്ങി വെക്കണം എന്നെപ്പോഴും ഓർക്കുക. ഒരു വിഷയത്തിൽ വിദഗ്ധനാകാൻ ഏറ്റവും നല്ല മാർഗം ആ വിഷയത്തെപ്പറ്റി ഒരു പുസ്തകം എഴുതുക എന്നതാണ് എന്ന് ബെഞ്ചമിൻ ഡിസ്രയേലി പറയുന്നു. parachutpublishing.com എന്ന ഞങ്ങളുടെ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് എഴുതുവാനും എഴുതിയത് പ്രസിദ്ധീകരിക്കുവാനും എന്തിനേറെ നിങ്ങളുടെ ബുക്കുകൾ വിൽക്കുവാനുമുള്ള മാർഗനിർദ്ദേശങ്ങളുണ്ട്. ധൈര്യമായി മുന്നോട്ടു പോകുക. പോയിന്റർ പറഞ്ഞു നിർത്തി. പ്രഭാഷകരുടെ ഗണത്തിൽ 8-ാമത്തെയാളാണ് ഹാലി ഡോവ്സ്കിൻ. നിങ്ങളിപ്പോഴെന്താണോ അതുതന്നെ ആയിരുന്നാൽ മതിയെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒന്നും മാറ്റേണ്ട എന്നും പറയുന്നു ഡോവ്സ്കിൻ. സെഡോണ ട്രെയിനിങ് അസോസിയേറ്റ്സ് എന്ന കമ്പനിയുടെ സിഇഒ ആയ ഹാലി ന്യൂയോർക്ക് ടൈംസിൽ ബെസ്റ്റ് സെല്ലറായ സെഡോണ മെത്തേഡ് എന്ന പുസ്തകത്തിന്റെ രചയിതാവാണ്. അന്താരാഷ്ട്ര തലത്തിൽ പ്രശസ്തനായ ഒരു പുസ്തക രചയിതാവും സീക്രട്ട് എന്ന പുസ്തകത്തിന്റെയും ചലച്ചിത്രത്തിന്റെയും സൃഷ്ടിയിൽ പ്രധാന പങ്കുവഹിച്ച വ്യക്തിയുമാണ് ഹാലി. കീത്തിന്റെ 3 ചോദ്യങ്ങൾക്ക് ഹാലി നൽകുന്ന മറുപടികൾ നമുക്ക് നോക്കാം. ചോദ്യം 1. താങ്കൾ ആരാണെന്നാണ് താങ്കൾ കരുതുന്നത്? ഉത്തരം: ഞാൻ കണ്ടെത്തിയ സെഡോണ എന്ന ജീവിത രീതിയിലൂടെ സന്തോഷവും സമാധാനവും കണ്ടെത്തുവാനും അത് സുഹൃത്തുക്കളുമായി പങ്കുവയ്ക്കുവാനും ഈ ഭൂമിയിൽ ജന്മമെടുത്ത ഒരാളാണ് ഞാൻ. എന്നാൽ ഞാൻ എന്താണ് എന്ന് നിങ്ങൾ ചോദിച്ചാൽ തിരിച്ചറിവിന്റെ സാന്നിധ്യം എന്നാണ് എന്റെ ഉത്തരം. ഒരു രീതിയിലല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ നാം കാണുകയും കേൾക്കുകയും ചെയ്യുന്ന കാര്യങ്ങളെ നാം എത്രത്തോളം ആഴത്തിൽ മനസ്സിലാക്കുന്നു എന്നതാണ് നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തിത്വത്തിലുള്ള വ്യത്യാസം. ഇവിടെ ഉണ്ടായിരിക്കുക എന്നതിലുള്ള വ്യത്യാസങ്ങളാണ് വ്യത്യസ്ത വ്യക്തിത്വങ്ങളാക്കുക. എന്റെ ശരീരം ഈ സ്വാതന്ത്ര്യവും സന്തോഷവും പങ്കുവയ്ക്കാൻ തിരഞ്ഞെടുക്കപ്പെട്ടു എന്നത് ഞാനൊരു ഭാഗ്യമായി കാണുന്നു. ചോദ്യം 2. സ്വയം തിരിച്ചറിയാൻ താങ്കളെ സഹായിച്ച സംഭവം എന്താണ്? ഉത്തരം: സെഡോണ മെത്തേഡ് കണ്ടുപിടിക്കാൻ എന്നെ പ്രേരിപ്പിച്ച ലെസ്റ്റർ ലെവിൻസണിനെ കണ്ടുമുട്ടിയതാണ് എന്റെ ജീവിതത്തിലെ വഴിത്തിരിവ്. മറ്റൊരു അതിഥിക്കുവേണ്ടി ഞാൻ സംഘടിപ്പിച്ച ഒരു സെമിനാറിൽ യാദൃശ്ചികമായി അദ്ദേഹം പങ്കെടുക്കുകയാണുണ്ടായത്. ശേഷം 2 ആഴ്ച നീളുന്ന ഒരു ട്രെയിനിംഗ് സെഷനിൽ അദ്ദേഹം എന്നെ പങ്കെടുപ്പിച്ചു. ഞാൻ അതിൽ നിന്ന് സ്വായത്തമാക്കിയ കാര്യങ്ങൾ മറ്റുള്ളവർക്ക് പകർന്നു നൽകണം എന്ന ചിന്തയാണ് സെഡോണ മെത്തേഡിന് കാരണമായത്. നമ്മൾ ആരാണ് എന്നതിന് ഒരു കാരണമില്ലായിരിക്കാം. എന്നാൽ നമ്മൾ എന്താണ് ചെയ്യുന്നത് എന്നതിന് ഒരു കാരണം വേണം. സ്വയം തിരിച്ചറിയാനാണ് ഞാൻ ജനങ്ങളെ സഹായിക്കുന്നത്. ചോദ്യം 3. തന്റെ സ്വത്വം തിരിച്ചറിയാൻ ശ്രമിക്കുന്നവരോട് താങ്കൾക്കുള്ള ഉപദേശം എന്താണ്? ഉത്തരം: നിങ്ങൾ അന്വേഷിക്കുന്ന ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ ലഭിക്കുന്നതുവരേക്കും അന്വേഷണം തുടർന്നുകൊണ്ടേയിരിക്കുക. തടസ്സങ്ങൾ ഉണ്ടാക്കുകയും കാര്യങ്ങൾ നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ സംഭവിക്കാതിരിക്കുകയും ചെയ്യുമ്പോൾ ശ്രമം ഉപേക്ഷിക്കരുത്. സ്ഥിരോത്സാഹമാണ് വിജയത്തിന് ഏറ്റവും അത്യാവശ്യം. 2. സത്യസന്ധത. നിങ്ങൾ നിങ്ങളോട് തന്നെ സത്യസന്ധരായിരുന്നാൽ നിങ്ങളുടെ ഹൃദയം നിങ്ങളെ തെറ്റായ പാതയിലേക്ക് നയിക്കുകയേയില്ല. നിങ്ങളുടെ മുൻകാല അനുഭവങ്ങൾ നിങ്ങളുടെ മനസ്സിനെ സ്വാധീനിച്ചേക്കാം, പക്ഷേ തെറ്റായി നയിക്കില്ല. നിങ്ങളുടെ അറിവിനെയും ഹൃദയത്തെയും വിശ്വസിച്ച് ആത്മാർത്ഥമായിരിക്കുക. നമ്മളെ വിജയിക്കാനുള്ള ശ്രമത്തിൽ നിന്നും പിന്നോട്ട് നയിക്കുന്നത് നമ്മൾ അനാവശ്യമായി പേറിക്കൊണ്ടു നടക്കുന്ന വൈകാരിക ഭാണ്ഡങ്ങളാണ്. അവ ചുമന്ന് വെറുതെ തളരരുത്. എന്താണ് ചെയ്യേണ്ടത് എന്നറിയാമെങ്കിലും നമ്മൾ അത് ചെയ്യാതിരിക്കുകയോ ചെയ്തു പൂർത്തിയാക്കാതിരിക്കുകയോ ചെയ്യുന്നത് ഇത്തരം അനുഭവങ്ങൾ പിറകോട്ട് വലിക്കുന്നതിനാലാണ്. ആന്തരിക മതിലുകൾ പൊളിച്ചുകളയുക. വിജയം നിങ്ങളെ തേടിവരും. പ്രഭാഷകരിലെ 9-ാമത്തെയാൾ കഴിഞ്ഞ 12 വർഷങ്ങളായി അന്താരാഷ്ട്ര വേദികളിൽ അംഗീകരിക്കപ്പെട്ട ഒരു പ്രാസംഗികയായ ഡെബ്ബി അലനാണ്. ബിസിനസ്സിനെയും പേഴ്സണൽ ഡെവലപ്മെന്റിനെയും പറ്റി 5ഓളം പുസ്തകങ്ങൾ എഴുതിയിട്ടുള്ള ഡെബ്ബി ധാരാളം ആനുകാലികങ്ങളിൽ തന്റെ ലേഖനങ്ങൾ പ്രസിദ്ധീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. കീത്തിന്റെ 3 ചോദ്യങ്ങൾക്ക് അവർ നൽകുന്ന മറുപടികൾ നമുക്ക് നോക്കാം. ചോദ്യം 1. താങ്കൾ ആരാണെന്നാണ് താങ്കൾ കരുതുന്നത്? ഉത്തരം: ഒരു എഴുത്തുകാരിയും പ്രാസംഗികയുമാണ് ഞാൻ എന്നാണ് ഞാൻ കരുതിയിരുന്നത്. എന്നാൽ ഒരു നേതാവും ഒരു പ്രചോദന പ്രഭാഷകയുമാണ് ഞാൻ എന്ന് ഇന്ന് ഞാൻ തിരിച്ചറിയുന്നു. എന്റെ നിയോഗം ഞാൻ കണ്ടെത്തിക്കഴിഞ്ഞു. ഇനി എന്റെ ജീവിതത്തിന്റെ ബാക്കി ഭാഗം ഞാൻ അതിനുവേണ്ടി മാറ്റിവെക്കും. ചോദ്യം 2. താങ്കൾക്ക് താങ്കളെ തിരിച്ചറിയാൻ സഹായകമായ സംഭവം എന്താണ്?
ബാർബറ ഡി ഏഞ്ചൽസിന്റെ ഒരു വർക്ക്ഷോപ്പിൽ പങ്കെടുക്കാൻ സാധിച്ചതായിരുന്നു എൻ്റെ ജീവിതത്തിലെ വഴിത്തിരിവ്. ഞാൻ ഈ ഭൂമിയിലേക്ക് വന്നത് ഇതിനു വേണ്ടിയാണ് എന്ന് എനിക്ക് തോന്നിയത് ആ സംഭവത്തിനു ശേഷമാണ്. അധ്യാപനമാണ് എൻ്റെ മേഖല എന്ന് ഞാൻ തിരിച്ചറിഞ്ഞു എന്നു പറയാം. അത് ഏതു രീതിയിൽ വേണം എന്നത് എൻ്റെ തിരഞ്ഞെടുപ്പായിരുന്നു. എൻ്റെ വ്യക്തിജീവിതവും ഔദ്യോഗിക ജീവിതവും തമ്മിലുള്ള അന്തരവും അടുപ്പവും കൃത്യമായി മനസ്സിലാക്കി തുടങ്ങിയതു മുതലാണ് ഞാൻ ജീവിതശൈലി പുനർനിർണയിച്ചതും അത് മറ്റുള്ളവരിലേക്ക് പകർന്നു നൽകാൻ ആരംഭിച്ചതും. നമുക്കേറ്റവും ആവശ്യമുള്ളതെന്താണോ അതിലാദ്യം നമ്മളൊരു വിദ്യാർത്ഥിയാവണം. അത് പഠിച്ച് അതിലൊരു വിദഗ്ധനാവണം. പിന്നീട് അത് മറ്റുള്ളവർക്ക് പകർന്നു നൽകണം. ഇന്നു ഞാൻ എൻ്റെ വ്യക്തി താൽപ്പര്യങ്ങളെ എൻ്റെ ബിസിനസ്സുമായി വിദഗ്ധമായി കൂട്ടിക്കലർത്താൻ പഠിച്ചു കഴിഞ്ഞു. ചോദ്യം 3. തങ്ങളുടെ സ്വത്വം കണ്ടെത്താൻ ശ്രമിക്കുന്നവരോട് താങ്കൾക്കുള്ള ഉപദേശമെന്താണ്? ഉത്തരം: ജീവിതകാലം മുഴുവൻ പഠിച്ചുകൊണ്ടേയിരിക്കുക. നിങ്ങൾക്കാവശ്യമില്ലാത്തതും പഠിക്കുക. എവിടെയെങ്കിലും എല്ലാ വിദ്യകളും നിങ്ങൾക്ക് ഉപയോഗപ്പെടും. സ്വയം സഹായിക്കാതെ നിങ്ങൾക്കൊരിക്കലും മറ്റുള്ളവരെ സഹായിക്കാൻ കഴിയില്ല. അർഹിക്കുന്നത് ലഭിച്ചു എന്ന് തോന്നുന്നതുവരെ നീക്കുപോക്കുകൾക്കോ അഡ്ജസ്റ്റ്മെന്റുകൾക്കോ തയ്യാറാകരുത്. നിങ്ങൾ സ്ഥിരോത്സാഹവും ഇടവേളകളില്ലാത്ത പഠനവും ശീലമാക്കിയാൽ നിങ്ങളിലെ ഏറ്റവും നല്ലത് പുറത്തുവരും. നിങ്ങൾ നിങ്ങളുടെ ബെസ്റ്റ് വേർഷനായി മാറും. അതുറപ്പാണ്. അലൻ പറഞ്ഞു നിർത്തി.